മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രത്യാശകളും പ്രതീക്ഷകളുമുണ്ട്. എന്നാൽ ഇവയെ ശുഭകരമായ രീതിയിൽ നയിക്കാൻ കഴിയുമ്പോഴാണ് അവന് ആ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. A mother's hope nurtures the seeds of a healthy and flourishing future. അമ്മയുടെ പ്രത്യാശയിലാണ് വംശത്തിന്റെ ബീജം. ഇതാണ് ഇന്നത്തെ പ്രമേയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ജിബ്രാന്റെ ഈ വാക്യം, അമ്മയുടെ പ്രത്യാശയിലാണ് വംശത്തിന്റെ ബീജം എന്ന വാക്യം, കഴിഞ്ഞ ഒരു 3 ദശകങ്ങളായി നാം ജീവന്റെ ഒരു പ്രവർത്തന തത്വമായിട്ട് പറയാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നും ഇത് സംസാരിക്കുന്നത്. അമ്മയുടെ പ്രത്യാശ. എല്ലാ അമ്മമാരും അല്ലെങ്കിൽ ഭൂരിഭാഗം അമ്മമാരും അമ്മയാകുന്നതിന്റെ ഒട്ടേറെ കാലം മുമ്പ് തന്നെ അമ്മത്തം ഉള്ളിൽ പേര് നടക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ അവർക്ക് ഇഷ്ടമാണ്. ഇതുപോലൊരു കുഞ്ഞ് എനിക്കും വേണമെന്ന് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് തോന്നും. കുഞ്ഞിന് വേണ്ടിയുള്ള ആ ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ആക്കമാണ് അവൾക്ക് ഇണയോട് തോന്നുന്ന താല്പര്യം. കുഞ്ഞിനെ ഉള്ളിൽ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇണയോടുള്ള താല്പര്യം സത്യത്തിൽ കുറയും. പക്ഷെ ആ കുഞ്ഞിനോടുള്ള താല്പര്യത്തിന്റെ ആ സമ്പൂർണതയിൽ അവൾ ഇണയോടുള്ള താല്പര്യവും തുടരുന്നു എന്ന് മാത്രം. അങ്ങനെ അവള് പതുക്കെ കുഞ്ഞിനെ ഉള്ളിലേറ്റുന്ന സമയത്ത് തന്നെ അവളുടെ ഉള്ളിൽ പുതിയ പുതിയ പ്രത്യാശകൾ നാം വിടുകയാണ് ചെയ്യുക. കുഞ്ഞു വളരുമ്പോ അവിടേക്ക് നമ്മൾ ഈ അമ്മ അവളുടെ ആശകൾ, പ്രത്യാശകൾ അങ്ങനെ പതുക്കെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക. കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിലും വിപുലമായ പ്രതീക്ഷകളാണ് അവൾക്ക് നൽകുക. ഇതെല്ലാം ഒരുപക്ഷെ കാവ്യഭാവനയായിരിക്കാം, യാഥാർത്ഥ്യവുമായിട്ട് കുറച്ചു ദൂരത്തിൽ നിൽക്കുന്നതായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായി ജൈവശാസ്ത്രപരമായിട്ട് ഈ ഒരു ചോദന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്കം അമ്മയ്ക്കുണ്ട്. അതിന്റെ ഒരു പങ്ക് അച്ഛനുമുണ്ട്. ആ അപ്പയുടെ പ്രത്യാശയിലാണ് ഒരു വംശത്തിന്റെ തന്നെ ബീജം കുടികൊള്ളുന്നത് എന്നതാണ് ജിബ്രാന്റെ വാക്യത്തിന്റെ അടിസ്ഥാനം. ഓരോ വംശവും തുടങ്ങുന്ന ഒരു അമ്മയുടെ പ്രത്യാശയിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലാണ് എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് പ്രത്യാശയിലാണ്. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ആഗ്രഹമല്ല, അത് സൃഷ്ടിയുടെ ആദി ബീജമാണ്. അമ്മയുടെ ഉള്ളിൽ വിരിയുന്ന ആ പ്രത്യാശയാണ് ഈ തലമുറകളുടെ ഗതി തന്നെ, ദിശ തന്നെ നിർണയിക്കുന്നത്. അപ്പോ ഒരമ്മയുടെ ബോധത്തിൽ ജനിക്കുന്ന ആ ഒരു പ്രത്യാശ ഭാവിയിലെ മനുഷ്യനെ തന്നെ രൂപപ്പെടുത്തും. അപ്പൊ അമ്മമാര് അച്ഛന്മാരും കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടോ? കുഞ്ഞിന്റെ ധർമ്മത്തെക്കുറിച്ച്, കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ച്, കുഞ്ഞിന്റെ എന്താ പറയാ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊക്കെയാണ് അച്ഛൻ ചിന്തിക്കുന്നതെങ്കിൽ അമ്മ ചിന്തിക്കുക കുഞ്ഞിന്റെ സൗഖ്യത്തെക്കുറിച്ചാണ്, കുഞ്ഞിന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ്, കുഞ്ഞിന്റെ സ്വപ്നത്തെക്കുറിച്ചാണ്. ഇത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോ അമ്മയുടെ ബോധത്തിൽ ജനിക്കുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഭാവിയിലെ മനുഷ്യനെ തന്നെ രൂപപ്പെടുത്തും എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു മെക്കാനിസം. ഓരോ തലമുറയും ആദ്യം ഒരു അമ്മയുടെ ബോധത്തിലാണ് ജനിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഈ പ്രത്യാശയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തയെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ചിന്ത എന്നത് ബോധത്തിന്റെ പ്രവാഹമാണ്. ബോധം എന്ന് പറയുന്നത് എനിക്കുള്ള ബോധം എന്നുള്ളതിനേക്കാളും പരമമായ ബോധം എന്നെടുക്കുക. എനിക്കുള്ള ബോധത്തിനും പ്രസക്തിയുണ്ട് അവിടെ, പക്ഷെ പരമമായ ബോധത്തെ എടുക്കുക. ഈ ചിന്ത എന്നത് ബോധത്തിന്റെ നിരന്തര പ്രവാഹം, ഒരു തൽക്ഷണമായിട്ടുള്ള പ്രവാഹമാണ്. അതായത് ബോധത്തിന്റെ നിയതമായ ഗതിയാണ്. നിയതം എന്ന് പറയുമ്പോൾ നിശ്ചിതമാണത്, ഇന്ന വഴിക്ക്, ഇന്ന ദിശയിൽ, ഇന്ന ലക്ഷ്യത്തിലേക്ക് എന്ന് പറയുന്നത്. ആ നിയത ഗതിയാണ് ചിന്ത എന്ന് പറയുന്നത്. ബോധമൊഴുകുമ്പോൾ ചിന്ത രൂപം കൊള്ളുന്നു. ഈ ഓരോ ചിന്തയ്ക്കും അതിൻ്റെതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിന് ശക്തിയുണ്ട്, അതിന് ദിശയുണ്ട്, ലക്ഷ്യമുണ്ട്.
ഓരോ ചിന്തയും ഈ വിധത്തിലാണ് വരുന്നത്. ഈ ചിന്ത ഒരിക്കലും നിശ്ചലമാവില്ല. അത് ആ പ്രവാഹമുള്ളപ്പോഴാണ്, ബോധത്തിന്റെ പ്രവാഹമുള്ളപ്പോഴാണ് ചിന്ത രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ചിന്തയ്ക്ക് നിശ്ചലതയില്ല. നമ്മൾ നിശ്ചിന്തനം എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ശരിക്കും ചിന്തയ്ക്ക് നിശ്ചലത എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല. അത് സൃഷ്ടിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രവാഹമാണ്. നിരന്തരമായിട്ടുള്ള ഒരു 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 ആക്കം അതിനകത്തുണ്ട്. ഒരു പ്രത്യാശയുള്ള ബോധം ശുഭചിന്തകളെയാണ് ജനിപ്പിക്കുക. ബോധമാണ്, ബോധത്തിന്റെ പ്രവാഹമാണ് ചിന്ത എന്ന് പറഞ്ഞു. അപ്പോ ശുഭചിന്ത ഉണ്ടാകണമെങ്കിൽ അവിടെ പ്രത്യാശയുള്ള ബോധം ഉണ്ടാകണം. എന്താ പ്രത്യാശ? നിയതമായ രീതിയിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രതീക്ഷയോടെ നിൽക്കുന്നൊരവസ്ഥ. ശരീരത്തിന്റെ ഒരാക്കം, നമുക്ക് വിശക്കുന്നു എന്നിരിക്കട്ടെ, വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തോട് നമുക്കുള്ള ആ ഒരു ത്വരയില്ലേ, ആ ത്വര എന്ന് പറയുന്നത് ഈ പ്രത്യാശയാണ്. അവിടെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് ഇന്നതാണ് എന്നുള്ള ആ പ്രതീക്ഷയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒതുങ്ങിപ്പോകുന്ന വിശപ്പിന്റെ ആ ഒരു അവസ്ഥയില്ലേ, ആ ഒതുങ്ങലാണ്, അതിന്റെ ലയമാണ്. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അത് ലയമുണ്ട്, പ്രതീക്ഷയുണ്ട്, പൂർണ്ണതയുണ്ട്, പൂർത്തീകരിക്കാനുള്ള പ്രവണതയുണ്ട്, ഇതെല്ലാമുണ്ട്. ഈ ചിന്ത എന്ന് പറയുന്നതിന്റെ മൂർത്ത രൂപം, അതിനെ ഒരു ഭൗതിക രൂപം കൊടുത്ത ഒരവസ്ഥയാണ് നമ്മൾ ബീജം എന്ന് പറയുന്നത്. ചിന്തയാണ് ബീജമായി മാറുന്നത്. ചിന്തയുടെ മൂർത്ത രൂപമാണ് ബീജം. ഓരോ ചിന്തയും അവസാനം ഒരു ചിന്തിക്കുന്നതിന് ഇങ്ങനെ പല റാൻഡം ആയിട്ടുള്ള ഗതിയുണ്ട്. അതല്ല, ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഒരു രേഖയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു രേഖയിൽ തന്നെ പോവുകയാണെങ്കിൽ അത് സാന്ദ്രീകരിച്ചിട്ട്, ചിന്ത സാന്ദ്രീകരിച്ചിട്ടാണ് ഒരു ബീജം എന്നുള്ളത് ഉണ്ടാവുന്നത്. ഈ ബീജം എന്ന് പറയുന്നത് ചിന്തയുടെ ദൃശ്യമായ സാധ്യതയാണ്. അത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ള രൂപത്തിലുള്ളതാണ്, അല്ലെ? ചിന്ത എനർജിയുടെ ഒരു ഫ്ലോ ആണ്, അല്ലെ? ബോധത്തിന്റെ ഫ്ലോ ആണെങ്കിൽ ബീജം എന്ന് പറയുന്നത് അതിന്റെ സാന്ദ്രീകൃതമായിട്ടുള്ള മൂർത്ത രൂപമാണ്. ഈ ബീജത്തിലാണ് ഭാവിയുടെ സമ്പൂർണ്ണ രേഖ കിടക്കുന്നത്, അല്ലെ? ഒരു ബീജമാണ് നിർണയിക്കുക ഇത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ശുഭചിന്ത എന്ന് പറയുന്നത് ശുഭമായ ബീജത്തെ സൃഷ്ടിക്കും. ചിന്ത ബീജമായി മാറുമ്പോൾ ശുഭചിന്ത ശുഭബീജത്തെ സൃഷ്ടിക്കും. അപ്പോഴോ അശുഭചിന്തയോ സുഖകരമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് അശുഭ ഫലങ്ങളുടെ ഒരു ബീജമായിട്ട് മാറും. അപ്പോ ശുഭചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ശുഭചിന്ത എന്ന് പറയുമ്പോൾ അവിടെ ഇതെല്ലാം നമ്മൾ ഒരു 1-ാം ക്ലാസ് പരുവത്തിൽ വേണം എടുക്കാൻ. നമ്മൾ പ്രാഥമികമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ വേണം. പ്രായോഗികമായിട്ട് ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിലൊക്കെ ചെറിയ ഭേദഗതികൾ ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിലും പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക, ശുഭചിന്ത ശുഭ ബീജത്തെ സൃഷ്ടിക്കും, അശുഭചിന്ത അശുഭ ഫലങ്ങളെ സൃഷ്ടിക്കും. ഈ ബീജമാണല്ലോ പിന്നെ ജന്മം നൽകുന്നത്, അല്ലെ? ബീജമാണ് നമുക്ക് പുതിയ ഒരു ജന്മത്തിന് കാരണമാകുന്നത്. ഓരോ ജന്മത്തിന്റെയും പിന്നിൽ ഒരു ബീജമാണ്. ഈ ബീജം സാഹചര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് പതുക്കെ ഒരു ജീവിതമായി വിരിയാണ്. ആ വിരിയലിനെയാണ് നമ്മൾ ഈ ജന്മം എന്ന് പറയുന്നത്. ജന്മം എടുത്തു എന്ന് പറയില്ലേ? ഒരു കായ ഒരു ചെടിയിൽ ജന്മം എടുത്തു എന്ന് പറയുമ്പോൾ അത് ആ പൂ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നൊരവസ്ഥയാണ്. ഒരു ബീജം പൂവായി വിരിഞ്ഞ് അത് പിന്നെ കായായി മാറും, അല്ലെ? ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നതും ചിന്താബീജങ്ങളുടെ ഒരു വികാസമാണ്. ഈ തലമുറകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ, ഒട്ടേറെ തലമുറകളുണ്ടല്ലോ. ഈ തലമുറകളെല്ലാം തന്നെ ഈ ഒരു ബയോളജിക്കൽ ബർത്ത് അല്ല അതിനുള്ളത്. ബയോളജിക്കൽ ബർത്ത് ഉണ്ട്, പക്ഷെ ബയോളജിക്കൽ ബർത്ത് ഉണ്ടാകുന്നതിനേക്കാളും മുമ്പ് അതിന് മാനസികമായി ചിന്തയുടെ രൂപത്തിൽ ജനിക്കുന്നുണ്ട്. ചിന്തയുടെ രൂപത്തിൽ ജനിക്കാത്ത ഒരു തലമുറയുണ്ടെങ്കിൽ, ചിന്തയിൽ നിന്നല്ലാതെ നമ്മുടെ പ്രത്യാശയിൽ നിന്നല്ലാതെ ജനിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ ആ തലമുറയ്ക്ക് ഈ വിസ്ഫോടന സ്വഭാവമാണ് ഉണ്ടാവുക. അതേസമയം നമ്മളുടെ ചിന്തയുടെ ഭാഗമായിട്ട് അതിന്റെ ബീജമായിട്ട് അതിന്റെ സാന്ദ്രീകരണമായിട്ടുണ്ടാവുന്ന ബീജമാണെങ്കിൽ, പ്രത്യാശയിൽ നിന്നും ജനിക്കുന്ന ബീജമാണെങ്കിൽ അതിന് കൃത്യമായ നിയതമായ രൂപമുണ്ടായിരിക്കും. അത് ഒരു ശുഭ തലമുറയാണ് ഉണ്ടാക്കുക. അപ്പോ യഥാർത്ഥത്തിൽ ഈ ഒരു വംശം എന്ന് പറയുമ്പോൾ അതിന്റെ ബീജം എന്നുള്ളത് ശരീരത്തിലല്ല, ബോധത്തിലാണ്. ഇതാണ് ജിബ്രാൻ പറഞ്ഞതിന്റെ ഏറ്റവും അടിസ്ഥാന പൊരുൾ. ഇത് തന്നെയാണ്
ശരിയായ സമ്യക്കായ ഒരു പ്രജനനത്തിന്റെ പുറകിലുള്ളത്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രത്യാശ എന്ന് പറയുന്നത് പേറുന്നത് ആരാണ്? അമ്മയാണ്, അല്ലെ? അമ്മയാണ് ഇതിനെ മുഴുവൻ കൊണ്ടു നടക്കുന്നത്. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഒരു ബീജധാരണം നടത്തുന്നതില് പ്രാമുഖ്യം ഉള്ളത്, അതിന് പ്രാധാന്യമുള്ളത് പിതാവിനാണ് എന്നുള്ളത്. അമ്മ വെറും മണ്ണാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ചിന്തയുണ്ടല്ലോ, ഒരു കുഞ്ഞ് ബീജമായി രൂപം കൊള്ളുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ബീജമായി രൂപം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെയും അമ്മയുടെ ചിന്തകളാണ് കുട്ടികളുടെ ആദ്യത്തെ മാനസിക പരിസ്ഥിതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന വികാരങ്ങൾ, അമ്മയ്ക്കുണ്ടാകുന്ന ചിന്താ പദ്ധതികൾ, അമ്മയുടെ ചിന്തയുടെ ഗതി എല്ലാം തന്നെ കുഞ്ഞിന്റെ ഗതിയായിട്ട് മാറുന്നത്. ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മാഗ്നറ്റിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം അതിനകത്ത് പ്രേരണം ചെയ്യുന്ന സമയത്ത് അത് പിന്നെ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് മാറുമല്ലോ. അതുപോലെ അമ്മയുടെ ആ ഫീൽഡിനകത്ത് ഇരിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ചിന്താപദ്ധതി ഒരു അതിനു ചുറ്റുമുള്ള ഒരു പ്രേരണ മണ്ഡലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവന്റെ മാനസിക പരിസ്ഥിതിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രത്യാശയുള്ള ഒരു അമ്മയാണെങ്കിൽ ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തും. കാരണം പ്രതീക്ഷകളിലാണ്. അപ്പൊ അവിടേക്ക് പോകാൻ പറ്റുന്നുള്ള ആക്കം പ്രേഷണം ചെയ്യാൻ അതിന് കഴിയും. അവിടെ സ്നേഹവും വിശ്വാസവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു ബോധത്തെയാണ് രൂപപ്പെടുത്തുക കുഞ്ഞിന്റെ ഉള്ളിൽ. അതായത് അമ്മയുടെ ഉള്ളിൽ അത് സ്നേഹം, വിശ്വാസം, സുരക്ഷിതത്വം എന്ന ഒരു അവസ്ഥയിൽ അത് രൂപപ്പെടുമ്പോൾ അത് കുഞ്ഞിൽ പ്രേരണം ചെയ്യപ്പെടും. ആ അമ്മയുടെ ഉള്ളിലെ പ്രകാശം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ ഭാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ വംശത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതില്ലേ, ഒരു തലമുറയുടെ ക്വാളിറ്റി, ഇപ്പൊ നമ്മളിപ്പോ ആധുനിക കാലത്ത് കാണുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് അമ്മയുടെ ബോധത്തിന്റെ ഗുണനിലവാരമായിട്ട് വന്നതാണ്. ഇവിടെയുള്ള അമ്മമാരൊക്കെ തന്നെ കേഴുകയും വ്യക്തിപരതയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തതിന്റെ ഫലം ഇന്ന് നമുക്ക് കാണാം. അതിനനുസരിച്ചുള്ള മാറ്റം ഇന്നത്തെ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ശുഭമായ പ്രത്യാശ ഉണ്ടെങ്കിൽ ആണ് ശുഭകരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, വംശം ഉണ്ടാവുക. അതിന്റെ കൂടെ പരിശ്രമം കൂടെ ചേരേണ്ടതുണ്ട്. നമുക്കറിയാം പ്രത്യാശയാണ് ദിശ നൽകുന്നത്. ഈ ദിശയ്ക്ക് രൂപം നൽകുന്നതിന്, ദിശയ്ക്ക് കൃത്യമായിട്ടുള്ള രൂപം നൽകുന്നത്, അല്ലെങ്കിൽ ആ പ്രത്യാശയ്ക്ക് രൂപം നൽകുന്നത് അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അല്ലെ? നമ്മൾ വെറുതെ ഭാവന ചെയ്തത് കൊണ്ട് മാത്രമായോ? ഭാവന ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്രമീകൃതമാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടേക്ക് സംഭവങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഭൗതികമായ സംഭവങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പരിശ്രമം വേണ്ടി വരും. അപ്പോ ബോധം, അതിൽ നിന്നും ചിന്തയുണ്ട്. ബോധത്തിന്റെ നിയതപ്രവാഹമാണ് ചിന്ത. ചിന്തയുടെ മൂർത്ത രൂപമാണ്, സാങ്കേതിക രൂപമാണ് ബീജം. ബീജത്തിന്റെ രൂപീകരണമാണ് ജന്മം. ജന്മത്തിന്റെ തുടർച്ചയാണ് ജീവിതം എന്ന് പറയുന്ന ആ സൃഷ്ടിയുടെ സ്വാഭാവികമായ ഒരു ക്രമത്തിലൂടെ ഇതിങ്ങനെ കടന്നു പോകും. അപ്പോ ഇവിടെ ഓരോ ഘട്ടത്തിലും ആ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഈ ടോട്ടൽ ആ ഒരു സ്ട്രീം ഉണ്ടല്ലോ, ഈ ഒരു ക്രമമുണ്ടല്ലോ, ഈ ക്രമത്തെ ശുഭമാക്കുന്നത് വെച്ചാൽ അത് ശുഭപ്രത്യാശയാണ്. ശരിയായ പ്രത്യാശയുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിലുള്ള ഒരു ജന്മത്തിന്, ജീവിതത്തിന്, ഒരു തലമുറയ്ക്ക്, വംശത്തിന് കാരണമാകും. അപ്പോ ഒളിമ്പസ് പറയുന്നതാണ് ശുഭമായ ബോധം ശുഭചിന്തയെയും, ശുഭചിന്ത ശുഭഭാവിയെയും ഭാവി തലമുറയെയും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ മനസ്സിലാക്കേണ്ടത് നല്ല വംശം എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നല്ല സമൂഹം നല്ല കുടുംബങ്ങളിൽ നിന്നാണല്ലോ വളരുന്നത്. നല്ല കുടുംബം നല്ല മാതാപിതാക്കളുടെ ബോധത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഓരോ അമ്മയും ഓരോ തലമുറയുടെയും ആദ്യ ഗുരുവായിട്ട് വരും. ഓരോ പ്രത്യാശയും ഈ ലോകത്തിന്റെ ഒരു വിത്തായി മാറും. അതിനാൽ അമ്മയുടെ പ്രത്യാശയിലാണ് വംശത്തിന്റെ യഥാർത്ഥ ബീജം കിടക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അപ്പോ ഇതിൽ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: ബോധത്തിന്റെ പ്രവാഹമാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. ചിന്തയുടെ മൂർത്ത രൂപമാണ് ബീജം എന്ന് പറയുന്നത്. ബീജമാണ് ജന്മത്തിന് കാരണമാകുന്നത്. ഈ അമ്മയുടെ പ്രത്യാശയാണ് ഈ ബോധപ്രവാഹത്തിന്റെ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ക്രമം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രത്യാശയിലാണ് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വംശത്തിന്റെയും ഭാവി നിശബ്ദമായി മുളപൊട്ടുന്നത്. ശുഭകരമായി പ്രത്യാശിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അച്ഛനോ അമ്മയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാകുന്നതാണ് ഒരു അമ്മയുടെ ചിന്തയായിട്ട് ഒക്കെ പിന്നീട് പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളിൽ ആ ശുഭചിന്തയെ ഉണ്ടാവട്ടെ. ഇവിടെ ഇനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോകുന്നത് ആരായാലും അവരുടെ എല്ലാം ഉള്ളിൽ ഒരു ശുഭപ്രത്യാശ ഉണ്ടാകട്ടെ.
അത് നമ്മുടെ വരും തലമുറകളെ രൂപീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.